ഹായ്, ഗുഡ് മോർണിംഗ്. ടാരോട്ട് കാർഡ് റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്നത്തെ നിങ്ങളുടെ ഡിവൈൻ മെസ്സേജ് എന്താ നമുക്ക് നോക്കാം. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ കമൻറ്റ് ചെയ്ത് ലൈക്കും ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ എന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. കാരണം എനിക്ക് എന്തൊക്കെയാണ് തെറ്റുകുറ്റങ്ങളൊക്കെ ഉള്ള എല്ലാം മനസ്സിലാവുന്നത് നിങ്ങളുടെ ഓരോ കമൻറ്റിലൂടെ ആയിരിക്കും. അപ്പം നിങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും. ഇപ്പോൾ കാർഡ് സെലക്ട് ചെയ്യാം. ഷഫിൾ ചെയ്തിട്ടുണ്ട്. പത്ത് കാർഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാന്ന്. ഇത് എംപറർ വന്നിട്ടുണ്ട്. അത് റിവേഴ്സ് ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ചൊരു ഈഗോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ടെന്ന്. നിങ്ങളുടെ എന്താ ജോലി ചെയ്യുന്നിടത്താണെങ്കിലും നിങ്ങളൊരു ഇച്ചിരി അധികാരം കാണിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതൊന്നും വേണ്ട. നിങ്ങൾ ഈഗോ ഒന്നും ഇല്ലാതെ നിങ്ങൾ നല്ല ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുക. ഫസ്റ്റ് ഇത് എംപറർ വന്നത്, അതുകൊണ്ടാണ് ഞാനത് അത്രയും പറഞ്ഞത്. പിന്നെ വന്നത് സൺ കാർഡ്, ദ ഫൂൾ, 10 of Wands, the Hierophant, 9 of Pentacles, 7 of Pentacles, Page of Cups, 6 of Swords, 10 of Pentacles, Death, 9 of Swords. ഇത്രയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് എംപറർ വന്നു കഴിഞ്ഞാൽ സണ്ണാണ് വന്നേക്കുന്നത്. അപ്പം നിങ്ങൾ പുതിയൊരു തുടക്കത്തിലേക്ക്, നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടെ പുതിയൊരു വെളിച്ചത്തിലേക്ക് പോയി യൂണിവേഴ്സിൻ്റെ അനുഗ്രഹത്തോടെ. ഇന്നലെ ഞാൻ എടുത്ത കാർഡിൽ ഒരുപാട് മേജർ ആർക്കന കാർഡുണ്ട്, ഇന്നും ഉണ്ട്. ഇന്ന് 5 കാർഡോളം മേജർ ആർക്കന കാർഡാണ്. അപ്പോൾ ഇത് കുറേ നാൾ, ഒരു ലോങ് ടൈം നിൽക്കുന്നതാണ് ഈ കിട്ടുന്ന അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക്. ഇന്നലെ വന്നതും അതെ. ഇന്നലെ ഞാൻ ജൂൺ മന്ത് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്ന് നോക്കിയില്ലേ. അപ്പോൾ അതിലും മേജർ ആർക്കന കാർഡ് ഇതുപോലെ 5 6 ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ലോങ് ടൈം കാണും നിങ്ങളുടെ ഈ അനുഭവങ്ങളൊക്കെ, നിങ്ങൾക്കത് ഫലം വരുന്നത്. അതുകൊണ്ട് എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കും. ഇന്നലെ എല്ലാം നല്ല കാർഡായിരുന്നു. ഇന്നും അത് തന്നെ. സൺ കാർഡ് വന്നിട്ടുണ്ട്. സൺ കാർഡ് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല എന്താണ് നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്നത് അത് ഏറ്റവും അതിൻ്റെ വിജയത്തിൽ എത്തിക്കാൻ സാധിക്കും. പിന്നെ ഫൂളുണ്ട്. യൂണിവേഴ്സിനെ വിശ്വസിച്ച് നിങ്ങൾ മുമ്പോട്ട് പോകുന്നു. 10 of Wands ഉണ്ട്. നിങ്ങൾ എല്ലാം നിങ്ങളുടെ കാർമ്മയ്ക്കും പിന്നെ അമിത ജോലിഭാരങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എല്ലാം ഒഴിവാക്കുന്നു. നിങ്ങളുടെ കാർമ്മ സിറ്റുവേഷനെ എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എൻഡ് ആവുന്നുണ്ട്. യൂണിവേഴ്സ് തന്നെ അതൊക്കെ നിർത്തുവാണ്. ദ ഹീറോപ്പൻ്റ് ഉണ്ട്. അപ്പം നിങ്ങൾ നല്ല ആത്മീയമായിട്ടൊക്കെ നിങ്ങൾക്ക് നല്ല അറിവ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. 9 of Pentacles എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് ഇപ്പോൾ ഒരു പുതിയ തുടങ്ങാൻ തീരുമാനിച്ചേക്കുന്നത്, അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ പൈസ നിങ്ങളുടെ വന്നു ചേരും. കാരണം നിങ്ങൾക്ക് എല്ലാ രീതിയിലും അത് പോസിറ്റീവായിട്ടായിരിക്കും. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ പൈസ വന്നു ചേരും. നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കും. ആരുടെയും ഒന്നും അഭിപ്രായം ചോദിക്കാതെ ആരുടെ ഒരു ഹെൽപ്പിന് വേണ്ടി ഒന്നും നിൽക്കാതെ നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കും പൈസപരമായിട്ടൊക്കെ. പിന്നെ 9 of Swords എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു ഇന്നലെ രാത്രിയിലൊക്കെ നിങ്ങൾക്കൊരു പേടി സ്വപ്നം വല്ലതും കണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളൊന്നാലോചിച്ചാൽ മതി, കാണുന്ന സ്വപ്നങ്ങളെല്ലാം ഫലിക്കുന്നൊന്നുമല്ല. ഇങ്ങനെ പേടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊരു സ്വപ്നമാക്കി വിട്ടാൽ മതി. അപ്പം അതെന്തോ ചെറിയൊരു നിങ്ങൾ വല്ല നെഗറ്റീവായിട്ട് ചിന്തിച്ച് വല്ലതും കിടന്നിട്ട് വല്ലതും കണ്ടതായിരിക്കാം. അപ്പോൾ ഇന്നലെ രാത്രി കണ്ട സ്വപ്നത്തിൻ്റെ എന്തോ ഒരു പേടിയിലിരിക്കുന്നുണ്ട്. അതൊക്കെ എൻഡാക്കി നിങ്ങൾ പുതിയൊരു തുടക്കത്തിലേക്ക് ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഒന്നുകിൽ ആരെങ്കിലും കല്യാണം കഴിഞ്ഞവരാരെങ്കിലും ഇങ്ങനെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കിയിരിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ ഒരു പോസിറ്റീവായിട്ടൊരു അറിയാൻ പറ്റും. പ്രഗ്നൻറ്റിൻ്റെ കാര്യമോ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ജനിക്കുമോ അങ്ങനെ എന്തെങ്കിലും. അതല്ലെങ്കിൽ നിങ്ങൾ ഈ തുടങ്ങുന്നതിൻ്റെ ആയിരിക്കാം. എന്തായാലും ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നും വരുന്നുണ്ട്.
സെവൻ ഓഫ് പെൻറ്റക്കിൾസ് എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണിക്കുന്നത് നിങ്ങളെല്ലാം നേടിയിട്ടുണ്ട്. പക്ഷേ ഇനി അടുത്ത ഇതിലേക്കാണ് പോകേണ്ടതെന്നുള്ള ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലായി നിങ്ങൾക്കെല്ലാം കഴിയും. അപ്പോൾ ഇത്രയും ദിവസം നിങ്ങൾ കുറച്ച് വിഷമിച്ച് ഉള്ള ഡെവലിൻ്റെ എനർജിയൊക്കെ കണ്ട് നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുമായിരുന്നു. അതിൽ നിന്നൊക്കെ ഇന്നലെ തൊട്ട് നിങ്ങളൊന്ന് കുറച്ച് മാറി നിങ്ങൾ നല്ല രീതിയിൽ ഉയർന്നു വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് തന്നെ ഒരു ഇൻറ്റ്യൂഷൻ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് അതിനുള്ള കഴിവുമുണ്ട്. നിങ്ങൾക്ക് നല്ല ഒരു ധൈര്യം, ഒരു ആത്മവിശ്വാസം നിങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. എനിക്കിതൊക്കെ കഴിയും, എനിക്കിതൊക്കെ സാധിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ പോകുന്നുണ്ട്. പിന്നെ ഇന്നും 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുടുംബപരമായിട്ട് പൂർവികരുടെ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇത് കുറച്ച് നാളത്തേക്കുള്ള ഒരു ലോങ് ടൈമാണ് നിങ്ങൾ ഈ വന്നേക്കുന്ന ഈ റീഡിംഗ് ഒക്കെ. കാരണം ഇന്നലെ വന്നത് ഇത് തന്നെ. കുറേ ഈ മേജർ ആർക്കാനക്കാർ വന്നു കഴിഞ്ഞാൽ ലോങ് ടൈം കാണും ഈ ഒരു റീഡിങ്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഒരു നിങ്ങളുടെ പൂർവികരുടെ സ്വത്തോ എന്തൊക്കെയോ നിങ്ങളുടെ കുടുംബപരമായിട്ടുള്ളത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്. പൈസ വരെ നിങ്ങൾ ഒരുപാട് ഉയരുന്നുണ്ട്. നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾ എന്താണ് ചിന്തിച്ചിരിക്കുന്നത് ആ രീതി തന്നെ മുമ്പോട്ട് പോകാൻ സാധിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ചിലവും കൂടുതലായിരിക്കും നിങ്ങളിലേക്ക് വന്നു ചേരുന്ന പൈസയും ഒക്കെ. അപ്പം നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടി കൂടുതൽ നിങ്ങൾക്ക് അത് വിജയത്തിലെത്തിക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷേ ദ എംപറർ റിവേഴ്സ് വന്നിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്കൊരിക്കലും ഈഗോ ഒന്നും വരരുത്. എപ്പോഴും ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുക. എപ്പോഴും യൂണിവേഴ്സിൽ വിശ്വസിച്ച്